നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 3 ആണ്, അണ്ടർസ്റ്റാൻഡിങ് ഹസാർഡ്സ് അല്ലേ. നമുക്കറിയാം ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഡിസാസ്റ്റർ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഹസാർഡ്. ഹസാർഡ് മീൻസ് ആപത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഹസാർഡ് എന്നുള്ള വാക്കിനോട് ഉദ്ദേശിക്കുന്നത്. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ദുരന്തമാണല്ലേ. നമ്മൾ സംഭവിച്ചു പോയ വലിയൊരു എന്താ പറയുക, ഭയങ്കര ഒരു പ്രശ്നം അതിജീവിക്കുക എന്നാണ് നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞൊരു സംഭവമാണ് ദുരന്തം. അതേപോലെ ഹസാർഡ് എന്നുള്ള വേർഡിനോട് അർത്ഥമാക്കുന്നത് ആപത്ത് തന്നെയാണ്. ഓക്കെ, അതുതന്നെ ഹസാർഡ് എന്തൊക്കെയാണ് ഹസാർഡിനെ പറ്റി? സഡൻ ഹസാർഡ്, സ്ലോ ഹസാർഡ്, ഇൻഡസ്ട്രിയൽ ഹസാർഡ്, വാർഡ്, ദെൻ ഈ ഹസാർഡ്, ദ എപ്പിഡമിക് ഹസാർഡ്, ഗ്രൗണ്ട് ഷേക്കിംഗ് ആൻഡ് ഡാം ഫെയിലിയർ ഹസാർഡ്. അതുകൊണ്ട് ഹസാർഡിൻ്റെ പല വിധത്തിലുള്ള ആപത്തുകൾ ഏതൊക്കെയാണെന്നാണ് മിസ് ബോർഡിൽ എഴുതിയത്. അതേപോലെ തന്നെ ഹസാർഡ് റിസ്ക് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ നമുക്ക് ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ഇൻട്രൊഡക്ഷൻ നോക്കാം. ത്രൂ ഔട്ട് ദ പ്രാക്ടീസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഹാഡ് ബീൻ ഡോമിനേറ്റഡ് ബൈ ദ സയൻറ്റിഫിക് പെർസ്പെക്റ്റീവ് ആൻഡ് ഡിസാസ്റ്റർ വേർ അണ്ടർസ്റ്റാൻഡിങ് റിസ്ക് അല്ലെ. ഡിസാസ്റ്റർ എന്താണ്? ഡിസാസ്റ്റർ എന്നാണ് ഒബ്ജക്റ്റീവ്സ്, അണ്ടർസ്റ്റാൻഡിങ്, കൺക്ലൂഷൻ, ഗ്ലോസറി. ഡിസാസ്റ്ററിൻ്റെ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഹസാർഡ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ നമ്മൾ വായിച്ചു. നെക്സ്റ്റ് there are importance of disaster according to one school of thought. Disasters are natural revengeful acts of nature. Revengeful acts of nature എന്ന് പറഞ്ഞാൽ എന്താണ്? റിവെഞ്ച്, പ്രതികാരം അല്ലെ. റിവെഞ്ചഫുൾ ആക്ട്സ് ഓഫ് നേച്ചർ. പ്രകൃതിയുടെ എന്താണ് ഹസാർഡ് ആൻഡ് ഡിസാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ റിവെഞ്ചാണ്, പ്രതികാര നടപടി. നമ്മുടെ പ്രകൃതി മനുഷ്യർ അങ്ങോട്ട് ചെയ്യുന്ന നടപടികൾക്ക് തിരിച്ച് പ്രകൃതി നൽകുന്ന ഒരു പ്രകൃതി നൽകുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇങ്ങോട്ട് തരുന്ന പ്രതികാരം, റിവെഞ്ച്, ആക്ട് ഓഫ് റിവെഞ്ച് ഓഫ് നേച്ചർ അല്ലേ. റിവെഞ്ചാണ്, റിവെഞ്ച് എന്നതാണ് നമുക്ക് തിരിച്ചു തരുന്നത് പ്രകൃതി. ആസ് പെർ ദ അതർ പെർസ്പെക്റ്റീവ്, ഡിസാസ്റ്റർ ആർ മാൻ മെയ്ഡ് ആൻഡ് ഈവൻ വെദർ പ്രൊഡക്റ്റ് ഓഫ് നേച്ചുറൽ ഫിനോ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ടേൺസ് ടു ബി എ disaster in the community or society fails to adequately cope up with the natural hazards do not necessarily lead to disasters. Okay, disaster socio. ഇനി നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഹസാർഡ്സ് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ഹസാർഡ് is defined as a potential or latent dominant cause which is activated when the right configuration of factors, natural and man-made, of both present themselves. ഫോർ എക്സാമ്പിൾ, അതായത് ഇനിയിപ്പോൾ മാൻമെയ്ഡ് ആയാലും നാച്ചുറൽ ആയാലും മനുഷ്യരുണ്ടാക്കി തീർക്കുന്നതായാലും ഭൂമി തരുന്നതായാലും പ്രകൃതി നമ്മളെ തരുന്നതായാണെങ്കിലും എന്താണെങ്കിലും ഹസാർഡ് എന്താണ്? അതൊരു നമ്മുടെ ദ ലോസ് ഓഫ് പോവർട്ടി, ലോസ് ഓഫ് ലൈഫ് എന്നുള്ള സിറ്റുവേഷൻ തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവിടെ എന്ത് മാത്രമാണുള്ളത്? സാഡ്, ദുഃഖം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, പ്രോബ്ലംസും നഷ്ടങ്ങളും മാത്രമുള്ള ഒരു സിറ്റുവേഷനാണ് എന്തെന്ന് പറയുന്നത്? ഹസാർഡ്സ്. ഓക്കെ, hazards is not a disaster unless a trigger, natural and man-made, and sets of disaster involving the large scale loss of life or property. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ ലോസ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ലൈഫാണ്. ലാർജ് സ്കെയിൽ, വളരെ കൂടുതൽ ജനങ്ങൾ മരിക്കുകയും കൂടുതൽ സ്വത്ത് വകകളും നേരത്തെ പറഞ്ഞ പോലെ ഇൻകമായ ജീവജാലങ്ങളും, ഇനി താറാവ് കൂട്ടങ്ങളെ വളർത്തുന്നതായാലും പശുവിനെ വളർത്തുന്നതായാലും ആടിനെ അങ്ങനെ അതൊക്കെ അവർ സ്വത്താണ്. അപ്പം ലാർജ് സ്കെയിൽ ഓഫ് പ്രോപ്പർട്ടി ഇതൊക്കെ നഷ്ടപ്പെടുന്നതാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഹസാർഡ് ഈസ് നോട്ട് ഡിസാസ്റ്റർ അൺലെസ് ദ ട്രിഗർ.
ഹസാർഡ് ഈസ് നോട്ട് ഡിസാസ്റ്റർ അല്ല എന്നാണ് ഇതിൽ ടെക്സ്റ്റിൽ പറയുന്നത്. ഇറ്റ് ഈസ് സ്കെയിൽ ഓഫ് ലാർജ് ത്രൂ ദ റിക്കവർ ഓഫ് ഔട്ട്സൈഡ് അസസൻ വിച്ച് ദ കണ്ടിന്യൂസ് സോഷ്യൽ സിസ്റ്റം ആൻഡ് പ്രോസസ്സസ്. എ ഡിസാസ്റ്റർ ഷുഡ് ബി ഡിഫൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹ്യൂമൻ കോൺസിക്വൻസസ്. അതായത് ഹസാർഡ് അല്ല, നമ്മുടെ ഡിസാസ്റ്റർ പ്രത്യേകിച്ച് നമുക്ക് മീൻ ചെയ്യുന്നതാണ് ഹ്യൂമൻ നമ്മൾ മനുഷ്യർ ചെയ്യുന്നതിൻ്റെ അനന്തര ഫലങ്ങളാണ് എന്ത് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഹസാർഡ് ഈസ് നോട്ട് ഡിസാസ്റ്റർ. ഹസാർഡ് എന്തല്ല, ഡിസാസ്റ്റർ അല്ല, അതിനേക്കാളും കുറച്ചൊരു ഭീകരത കുറയുന്നതാണ് ഹസാർഡ്സ്. കാരണം അത് ആപത്താണ്. ഓക്കെ, ആപത്ത് വരുന്നുണ്ട് നമുക്ക് പറയലുണ്ട്, നമ്മൾ അത് ആപത്താണ്. നെക്സ്റ്റ്, ദ നേച്ചർ ഓഫ് മാൻ മെയ്ഡ്. ഇറ്റ് ക്യാൻ ബി ഫിസിക്കൽ ആൻഡ് ഓർ ഫാക്ടേഴ്സ് ദാറ്റ് weak buildings and habitation of lizard fawn areas and which is used by engineering and management especially arrive the calamity of losses even disaster. And voluntarily the natural man-made, it can be physical owing the factors which weak building and habitation hazards fawn areas, socio-economic arise in poverty of marginalization of section society who lack of the full themselves even disaster അല്ലേ. അതായത് ഡിസാസ്റ്ററിനേക്കാളും കുറച്ചൊരു ആളപായം കുറഞ്ഞത് ഇതിനെയാണ് ഹസാർഡ് എന്ന് പറയുന്നത്. മറ്റേത് ലാർജ് നമ്പർ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ലാർജ് നമ്പർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അത്ര തന്നെ വരില്ല എന്ത് Hazard, extreme geophysical events, biological process and major biological accidents. ഹസാർഡ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരുന്നത് ബയോളജിക്കൽ ആക്സിഡൻസ് ആയിട്ടാണ്, ജിയോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ ആക്സിഡൻ്റ് ആയിട്ടാണ്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ കോൺസെൻട്രേറ്റഡ് റിലീസ് എനർജി ഓഫ് മെറ്റീരിയൽസ് വിച്ച് വാസ് ലാർജലി അൺഎക്സ്പെക്റ്റഡ് ത്രെഡ് ഓഫ് ഹ്യൂമൻ ലൈഫ്. അതായത് ഹസാർഡ് എന്ന് പറയുന്നത് ലാർജലി അൺഎക്സ്പെക്റ്റഡ് ഓഫ് ഹ്യൂമൻ ലൈഫ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ട് മനുഷ്യ ജീവിതത്തിൽ പെട്ടെന്ന് ആപത്ത് വന്നത് എന്ന് പറയും അല്ലേ. പെട്ടെന്ന് വരുന്നതാണ് എന്ത് ആപത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹ്യൂമൻ ലൈഫ്, ഇറ്റ് ക്യാൻ യൂസ് സിഗ്നിഫിക്കൻറ്റ് ഡാമേജ് ഓഫ് ഗുഡ്സ് ആൻഡ് എൻവയോൺമെൻറ്റ് അല്ലേ. ഇറ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് ഹസാർഡ്, അതായത് പരിസ്ഥിതിയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള അല്ലേ സിഗ്നിഫിക്കൻസ് ആൻഡ് ഗുഡ്സ് ആൻഡ് ദ അച്ചീവ്മെൻറ്റ്സ്, നമ്മുടെ നേട്ടങ്ങളും നമ്മുടെ എൻവയോൺമെൻറ്റും നമ്മളുണ്ടായ എല്ലാം നശിച്ചു, നമ്മുടെ പരിസ്ഥിതി തന്നെ നശിച്ചു പോകുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഹസാർഡ് എന്ന് പറയുന്നത്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹസാർഡ് ആൻഡ് ഡിസാസ്റ്റർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്രൂഷ്യൽ. എ ഡിസാസ്റ്റർ ടേക്ക് പ്ലേസ് വെൻ കമ്മ്യൂണിറ്റി ഈസ് അഫക്റ്റഡ് ബൈ ഹസാർഡ് ടേക്ക് പ്ലേസ് ഇൻ ദി എ പ്ലേസ്. അപ്പം ഹസാർഡും ഡിസാസ്റ്ററും തമ്മിൽ എന്താണ് ഡിഫറൻസ് ആണ്, അതെന്താ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹസാർഡ് ആൻഡ് ഡിസാസ്റ്റർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്രൂഷ്യൽ. അതിൻ്റേതായ ക്രൂഷ്യൽ ഭീകരത നോക്കുമ്പോൾ, പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ഡിസാസ്റ്ററും ഹസാർഡും തമ്മിൽ വ്യത്യാസമുണ്ട്. എങ്ങനെ? എ ഡിസാസ്റ്റർ ടേക്ക് പ്ലേസ് വെൻ എ കമ്മ്യൂണിറ്റി ഈസ് അഫക്റ്റഡ്. ഡിസാസ്റ്റർ ടേക്ക് പ്ലേസ് ഇൻ എ കമ്മ്യൂണിറ്റി, ഒരു സൊസൈറ്റിയിലാണ് എന്ത് നടക്കുന്നത്, ഡിസാസ്റ്റർ ഈസ് അഫക്റ്റഡ് ബൈ ഹസാർഡ്. അതെന്തുകൊണ്ടാണ്? അഫക്റ്റഡ് ആണ് ഹസാർഡുമായിട്ട് അഫക്റ്റഡ് ആണ് എന്ത്, ഡിസാസ്റ്റർ. യൂഷ്വലി ഡിഫൈൻഡ് ആസ് event that exceed of community, okay, capacity of cope. In other words, the impact of disaster is determined by extent of community and hazard. The unvulnerability cannot nature and human dimension of disaster result of all range of economic and social culture. എന്താ ഡിസാസ്റ്ററിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. സോഷ്യൽ അല്ലെ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി നമ്മൾ പറഞ്ഞു. ഇവിടെ എന്താ പറയുന്നത്, സോഷ്യലി, എക്കണോമിക്കലി, കൾച്ചറലി എന്ന് പറയുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണലി ആൻഡ് പൊളിറ്റിക്കലി, ഈവൻ സൈക്കോളജിക്കലി വരെ എന്താണ് പ്രശ്നങ്ങളാണ് ഡിസാസ്റ്റർ കൊണ്ട്. നെക്സ്റ്റ്, ഒബ്സർവേഷൻ ആൻഡ് പെർസെപ്ഷൻ ഓഫ് ഹസാർഡ്സ്. ഹസാർഡിനെ ഒബ്സർവേഷൻ ചെയ്യുകയാണെങ്കിൽ സഡൻ വൺസെറ്റ് ഹസാർഡ്, ഫ്ലഡ് ആയാലൊക്കെ സഡൻ ആയിട്ട് വരുന്നതാണ് ഹസാർഡ്സ്. സ്ലോ ആയിട്ട് വരും. എന്തായിട്ട്? സ്ലോ ആയിട്ട് എന്താ, ഡീഫോറസ്റ്റേഷൻ, അതായത് കാട് വെട്ടി നശിപ്പിക്കുന്നതൊക്കെ ഹസാർഡ്സിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ സിസ്റ്റം ഓഫ് ഫെയിലിയർ ആൻഡ് എക്സ്പെൻഷൻ ഓഫ് ഫയർ. ടെക്നോളജിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ, വ്യാവസായികപരമായും സാങ്കേതികപരമായിട്ടൊക്കെ ഹസാർഡ്സ് ആണ് ദുരന്തമായിട്ട് വരുന്നത്. വാർസ് ആൻഡ് സിവിൽ വാർ,
armed aggregation, insurance, terrorism and other action leading displaced person of refugees എന്താവാ അഭയാർത്ഥി ക്യാമ്പുകൾ വരിക, സിവിൽ വാറുകൾ വരുമ്പോൾ ധാരാളം മനുഷ്യർ എന്ത് ചെയ്യും, മരിച്ചു പോകും. അപ്പോൾ അതും എന്തിൽ ഡിസാസ്റ്റർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ. എപ്പിഡമിക്, വാട്ടർ ആൻഡ് ഓർ ഫുഡ് ബോൺ ഡിസീസസ്, പേഴ്സൺ ടു പേഴ്സൺ ഡിസീസസ്, കോണ്ടാക്ട് അത് ഒരാളോട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അത് ഡിസീസായി മാറി ആളുടെ മരണത്തിലേക്ക് തന്നെ വരുന്നൊരു സിറ്റുവേഷൻ.